ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ കറി ഞാൻ ചെയ്തു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അത് കാണിക്കാമെന്ന്. അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഈ ബാച്ചിലേഴ്സിനും ഒക്കെ ചെയ്യാവുന്ന കറിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. 2-3 നല്ല പഴുത്ത ടൊമാറ്റോ, അതായത് തക്കാളിക്ക, പിന്നെ ഇച്ചിരി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും മതി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനാണെങ്കിൽ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2-3 തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. അതിനകത്ത് ഉപ്പിട്ടു. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം, ഞാൻ പിന്നെ ഇട്ടത്. പിന്നെ നല്ല പഴുത്ത തക്കാളിക്കായിരുന്നേ. പിന്നെ തേങ്ങ, കുറച്ച് തേങ്ങ മതി, ഇച്ചിരി തേങ്ങ എടുത്തു. അതിനകത്ത് ജീരകവും അതുപോലെ തന്നെ ഈ കാണിച്ചേക്കണ സാധനങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തു. എന്നിട്ടിത് നന്നായിട്ട് അരച്ചു. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. അത്യാവശ്യം നല്ലതായിട്ട് അരയ്ക്കണം കേട്ടോ. അത് ഈ തേങ്ങയുടെ തരി കിടന്നു കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് വരത്തില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ആ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ആ തക്കാളിക്കകത്തോട്ട് ഒഴിക്കുക. അത് ജസ്റ്റ് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുക. അത് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ദെൻ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. തേങ്ങ ആയതുകൊണ്ട് ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. അതിന് വേണ്ടി ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും പിന്നെ ചുവന്ന ഉള്ളിയും കറിവേപ്പിലയും പിന്നെ വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് വേണം കടുക് താളിക്കാൻ. അന്നേരം കുറച്ചുകൂടെ ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുവന്നുള്ളി മാത്രമേ ഉള്ളൂ, ഓയിലും കടുകും. അപ്പോൾ ബാക്കി സാധനങ്ങൾ ഞാൻ മിസ് ചെയ്തു, നിങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഇട്ടേച്ച് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഈ പൊട്ടിച്ചേക്കുന്ന കടുകിൻ്റെ കൂട്ട് ആ കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഭയങ്കര ഈസിയാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഒന്നും ചെയ്യാനില്ല എങ്കിൽ അമ്മ ചെയ്യുന്നൊരു കറിയാണിത്. അപ്പം ഇത് വെച്ചിട്ട് മാങ്ങ വെച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനങ്ങൾ പച്ചക്കറി ഇട്ടിട്ടൊക്കെ വേണമെങ്കിലും ചെയ്യും. പിന്നെ ഇതിന് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നി. അതിന് തക്കാളിക്കയുടെ ചെറിയ ഒരു പുളിയും ഒരു ഒരു ചെറിയൊരു മധുരവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അത് ഇതുപോലെ കടുക് പൊട്ടിക്കുന്നു, അത് ചൂടാക്കുന്നു, അതിലേക്ക് ഒഴിക്കുന്നു. അപ്പം ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാർ, ബാച്ചിലേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ഹോസ്റ്റൽ മീൻസ് PG ഒക്കെ നിൽക്കുന്ന പിള്ളേർ കാണില്ലേ, അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. എനിക്കിത് ഭയങ്കര ഉപകാരമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇവിടെ കിടക്കട്ടെന്ന് ഓർത്തു. അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എനിക്കിതിൻ്റെ കൂടെ ഞാൻ ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഫിഷ് കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു കുക്കിംഗ് ചാനലല്ല, ബട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. പക്ഷേ ഞാൻ ഇച്ചിരി തിളപ്പിച്ചിട്ടുണ്ട്. അത്രയും തിളപ്പിക്കേണ്ട നിങ്ങൾ. ഇത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ കറി. ഫൈനലി ഞാൻ കറിയുടെ ഒരു ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അത്രയൊക്കെ തന്നെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.